എൻ്റെ പേര് ശ്രീനന്ദ് എസ്.വി. എനിക്ക് 23 ഇയേഴ്സ് ആയി. ഞാൻ ബിടെക് കഴിഞ്ഞാണ് MA ഇംഗ്ലീഷ് എടുത്തത്. എൻ്റെ അച്ഛൻ്റെ പേര് ഷാബു ഓബി, പ്രൈമറി സ്കൂളിലെ സാറാണ്. അമ്മയുടെ പേര് വർഷ വി, കൊളീജിയറ്റ് എഡ്യൂക്കേഷനിലെ ഹെഡ് അക്കൗണ്ടൻ്റായിട്ട് തമിഴ്നാട് കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്. എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് കംപ്ലീറ്റഡ് ബിടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ്. ഇപ്പോൾ ഞാൻ SSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അതിൻ്റെ കൂടെ കൺകറൻ്റ് ആയിട്ടാണ് ഇഗ്നോയിൽ ജോയിൻ ചെയ്തത്. PG MA ഇംഗ്ലീഷായിട്ട് എടുത്തത്. വേറെ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫീൽഡാണ് ബിടെക്. കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫീൽഡാണ്. എനിക്ക് ബിടെക് എടുത്തിട്ട് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അതിൽ ഒരു ഫീൽഡിൽ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ഹാപ്പി ആയിരിക്കില്ല എന്ന് മനസ്സിലായി. സോ അതുകൊണ്ടാണ് ഞാൻ ഒരു ഷിഫ്റ്റ് ചെയ്തത്, ഈ ഒരു ഫീൽഡിലോട്ട് ഷിഫ്റ്റ് ചെയ്തത്. പിന്നെ എനിക്ക് വായിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്, അറ്റ്ലീസ്റ്റ് വായിക്കാനൊക്കെ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ബിടെക്കിൽ നിന്ന് MA ഇംഗ്ലീഷ് എടുത്തത്. ലേൺ വൈസ് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ബിക്കോസ് എനിക്ക് പരിചയമുള്ള ഒരാൾ റെക്കമെൻഡ് ചെയ്തിട്ട് ഞാൻ എനിക്ക് വന്നേ. അപ്പോൾ അത് നല്ലൊരു ഓൾട്ടർനേറ്റീവായിട്ട് തോന്നി. ഒരുപാട് PDFs ഉണ്ട്, ഒരുപാട് വീഡിയോസ് ഉണ്ട്, വീഡിയോ എക്സസൈസ് ഉണ്ട്. അതൊക്കെ നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നെനിക്ക് മനസ്സിലായി. ആദ്യം ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു, എനിക്കെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അത് എത്രത്തോളം പോസിബിൾ ആണെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. അതായത് അത്രയ്ക്ക് പാടുള്ളൊരു സംഭവം, ഇത്രയും വലിയ വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് നമുക്കൊരു ഗൈഡൻസ് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ നമ്മൾ ഇത്രയും ടൈറ്ററായിട്ടുള്ള ഷെഡ്യൂളിൽ അത്രയും ടൈം കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നമുക്ക് അത്ര ക്യാപ്സ്യൂളായിട്ടുള്ള നോട്ട്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ലേൺ വൈസ് നല്ല ഒരു ഓപ്ഷനാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കുറച്ച് ക്ലാസ്സുകളെ ആയുള്ളൂ. സോ ഞാൻ ഓൾറെഡി ഹാപ്പിയാണ് ഈ ഡിസിഷനിൽ. പിന്നെ എന്നെ കരിയർ ആൻഡ് ലൈഫ് കോഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഈ IT ഫീൽഡ് വലിയ താല്പര്യമില്ല എന്നെനിക്ക് അത് മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അതിനോട് തിരിച്ചു പോകുമെന്ന് ചോദിച്ചാൽ ഡൗട്ടാണ്. ബിക്കോസ് എനിക്ക് പ്രൊഫസർ ആവണമെന്നൊക്കെ ആഗ്രഹമാണ്. പിന്നെ ഒരുപാട് സിനിമ കാണണം, ഡയറക്റ്റ് ചെയ്യണം, എഴുതണം, അതൊക്കെ എൻ്റെ ആഗ്രഹം. സോ ഇതൊക്കെയാണ് ഫ്യൂച്ചർ ആസ്പിറേഷൻസ് എന്ന് പറയുമ്പോൾ ഉള്ളത്.